പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്സ്. ആദ്യം തന്നെ മാർക്ക് ഷട്ടിൽ വർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വാക്കുകൾ തന്നിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, കമ്പ്യൂട്ടർ ഈസ് നോട്ട് എ ഡിവൈസ് എനിമോർ, ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മൈൻഡ് ആൻഡ് യുവർ ഗേറ്റ് വേ ടു അതർ പീപ്പിൾ. ഇതെന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിവൈസ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഇതെന്താണ്? ഒരു ആളുകളുടെ മൈൻഡിനെ വികസിപ്പിക്കുന്നതും ആളുകളുടെ ചിന്തകളെ ഇനിയും വിപുലീകരിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തുറന്ന വാതിലായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻട്രൊഡക്ഷൻ നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെയിലി ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലേ? നമുക്ക് തന്നെ അറിയാം, ഈച്ച് ആൻഡ് എവറി പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലൂടെയും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സ്റ്റാർട്ടഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ വിത്ത് സിമ്പിൾ കൗണ്ടിങ് ടൂൾസ്. ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ആകുന്നത് സ്റ്റാർട്ടഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ വിത്ത് സിമ്പിൾ കൗണ്ടിങ് ടൂൾസ്. കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസിലൂടെയായിരുന്നു സത്യത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വരാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി നിലവിൽ വരാൻ തന്നെ കാരണം എന്താണ്? കൗണ്ടിങ് ടൂൾസ് ആയിരുന്നു. ആദ്യം നമ്മൾ വർഷങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ള കൗണ്ടിങ് ടൂൾസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കാണുന്ന കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ടുഡേ വി ഹാവ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ആൻഡ് സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. എന്തൊക്കെ ടെക്നോളജീസാണുള്ളത്? കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ടെക്നോളജികൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഏർലിയർ കമ്പ്യൂട്ടേഴ്സ് കുഡ് ഡു ഓൺലി സിമ്പിൾ കാൽക്കുലേഷൻ. നമുക്കറിയാം പണ്ടത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ, പണ്ടത്തെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ പണ്ട് പറയുന്ന കാൽക്കുലേഷൻ ടൂൾസിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രോഗ്രസ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ വെരി ക്വിക്ക്ലി. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ്? ഒരുപാട് ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? മോഡേൺ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡേറ്റാസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ദേ ആർ ഫാസ്റ്റ്, സ്മോൾ ഇൻ സൈസ് ആൻഡ് പവർഫുൾ. അതെങ്ങനെയാണ്? ഫാസ്റ്റ് ആണല്ലേ? ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലോകത്ത് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. വളരെ സ്മോൾ ആയിട്ടുള്ള എന്താണ് ഡിവൈസുകളാണ്, പക്ഷേ അതിൻ്റെ ടെക്നോളജി പരമായിട്ട് അത് വളരെ എന്താണ് ഒരു ബിഗ്ഗറാണ്. അതുപോലെ എന്താണ് പവർഫുൾ ആണ് അല്ലേ? നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഇപ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ആണ്, അതുപോലെ സ്മോൾ ആണ്, അതുപോലെ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജീസാണ് നമുക്കിടയിലുള്ളത്. ദിസ് ചാപ്റ്റർ എക്സ്പ്ലെയിൻസ് ദ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ എന്താണ് ഹൗ ദേ വർക്ക്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഡേറ്റ പ്രോസസ്സിങ്, ഡേറ്റ എങ്ങനെ പ്രോസസ്സ് ആകുന്നു, ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ്, എന്തൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഗ്രീൻ കമ്പ്യൂട്ടിങ്, അതുപോലെ ഇ വേസ്റ്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഹൗ ദേ വർക്ക്, എങ്ങനെയായിരുന്നു ആ കാലത്ത് കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡേറ്റ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇ വേസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ അവർ ലൈഫ്. ഇത് നമ്മൾ എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെയാണ് ടെക്നോളജി ഡെവലപ്പ് ആയത്, നമ്മുടെ ജീവിതത്തിനെ അതെങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.